മുന്നാക്കജാതികളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായി. 3-നെതിരെ 323 വോട്ടുകൾക്കാണ് ബിൽ പാസായത്. ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്രം ബിൽ കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികളും ശിവസേന. ബിൽ നാളെ രാജ്യസഭ പരിഗണിക്കും. സാമ്പത്തിക സംവരണ ബില്ലിൽ നിലപാട് വ്യക്തമാക്കി CPIM. സാമ്പത്തിക സംവരണത്തിലുള്ള ഇപ്പോഴത്തെ ബിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രം മാത്രം. വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ ബിൽ പാർലമെന്റിൽ കൊണ്ടുവരാവൂ എന്നും CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിലെ മോദി സർക്കാരിന്റെ പരാജയമാണ് ബില്ലിലൂടെ വെളിവായതെന്നും PB പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് നേട്ടം മുന്നിൽ കണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രമാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവരാനുള്ള നീക്കം. തിടുക്കത്തിലാണ് ഇതിനായി ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരാവൂ എന്ന് CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. Now all this hurry that is being done, clearly this is an electoral ploy. This consultations are also required because what they have now brought, they have given criteria of who will be considered as economically deprived people. Now that is full of contradictions. മണ്ഡൽ കമ്മീഷൻ കാലം മുതൽ മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സംവരണം വേണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് CPIM. എന്നാൽ ആനുകൂല്യത്തിനായി വരുമാന പരിധി 8 ലക്ഷം രൂപ നിശ്ചയിച്ചത് ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ അർഹരായവർക്ക് തന്നെ സംവരണം ലഭിക്കുമോ എന്ന സംശയം ഉണ്ടാക്കുന്നതാണെന്നും PB വ്യക്തമാക്കി. തൊഴിലാളികൾക്ക് 18,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കാത്ത സർക്കാരാണ് സാമ്പത്തിക സംവരണം മുന്നോട്ട് വയ്ക്കുന്നത്. തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിലെ മോദി സർക്കാരിന്റെ പരാജയമാണ് ബില്ലിലൂടെ വെളിവായത് എന്നും CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. അയോധ്യ തർക്കഭൂമി കേസ് 5-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ജനുവരി 10-ന് വാദം കേൾക്കൽ ആരംഭിക്കും. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന ആവശ്യം മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര തള്ളിയിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ ജസ്റ്റിസുമാരായ SI ബോബ്ഡെ, NV രമണ, UU ലളിത്, DY ചന്ദ്രചൂഡ് എന്നിവരാണുള്ളത്. അയോധ്യ ഭൂമി സുന്നി വഖഫ് ബോർഡ്, നിർമോഹി അഖാരെ, ലാംലല്ല വിരാജ്മാൻ തുടങ്ങിയ കക്ഷികൾക്ക് വിഭജിച്ചു കൊടുത്ത അലഹബാദ് ഹൈക്കോടതിയുടെ 2010-ലെ ഉത്തരവിന് എതിരായി 14 ഹർജികളാണ് കോടതി പരിഗണനയിലുള്ളത്. അയോധ്യയിലെ 2.77 ഏക്കർ തർക്കഭൂമിയാണ് 3ആയി വിഭജിച്ച് നൽകിയത്. പള്ളി ഇസ്ലാമിക വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമല്ല എന്ന ഇസ്മായിൽ ഫറൂഖി കേസിലെ വിധിയുടെ ഭരണഘടനാ സാധുത കൂടി പരിശോധിച്ച് വേണം ബാബറി കേസിൽ വിധി പറയാനെന്ന് നേരത്തെ സുന്നി വഖഫ് ബോർഡ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് കേസ് പരിഗണിച്ചിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആവശ്യം തള്ളി. തുടർന്ന് 3 അംഗങ്ങളുള്ള പുതിയ ബെഞ്ചായിരിക്കും ബാബറി കേസ് പരിഗണിക്കുകയാണെന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഇത് തകിടം മറിച്ചാണ് 5-അംഗ ബെഞ്ച് വാദം കേൾക്കാനുള്ള തീരുമാനം സുപ്രീം കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. ജനുവരി 10-ന് രാവിലെ 10:30-ന് ബെഞ്ച് കേസ് പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. CBI കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. അലോക് വർമ്മയെ ഡയറക്ടർ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ഇതോടെ മോദിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് അലോക് വർമ്മ വീണ്ടും CBI തലപ്പത്തെത്തും. അലോക് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി പരിഗണിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് രാഷ്ട്രീയ താൽപര്യത്തിനായി CBI എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക ദ്വിദിന പണിമുടക്കിന് വൻ ജനപിന്തുണ. 20 കോടിയിലേറെ തൊഴിലാളികൾ പണിമുടക്കിൽ അണിചേർന്നു. കേരളം, ബംഗാൾ, കർണാടക, ത്രിപുര, മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് പൂർണ്ണമാണ്. വിവിധ കർഷക തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് ഗ്രാമീണ ബന്ധും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരായ വികാരം പ്രതിഫലിപ്പിക്കുന്നതാണ് അർദ്ധരാത്രി ആരംഭിച്ച രാജ്യവ്യാപക പണിമുടക്ക്. 1991 ശേഷമുള്ള 2ാമത്തെ ദ്വിദിന പണിമുടക്കിൽ 20 കോടിയിലേറെ തൊഴിലാളികളാണ് അണിനിരക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾ പണിമുടക്കി റാലികൾ സംഘടിപ്പിച്ചു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ ദേശീയപാത 16-ൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. മഹാരാഷ്ട്രയിലെ മുംബൈ നാസിക് ഹൈവേയിലും ഗതാഗത തടസ്സമുണ്ടായി. പശ്ചിമ ബംഗാളിൽ പണിമുടക്ക് അനുകൂലികൾക്ക് നേരെ തൃണമൂൽ കോൺഗ്രസ് അക്രമം അഴിച്ചുവിട്ടു. റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, ബാങ്കിംഗ് മേഖല എന്നിവിടങ്ങളിൽ പണിമുടക്ക് കാര്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. കേരളം, ബംഗാൾ, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ
പണിമുടക്കിന് വൻ തൊഴിലാളി പങ്കാളിത്തമാണുള്ളത്. ത്രിപുര, ആസാം, മണിപ്പൂർ തുടങ്ങിയ കിഴക്കൻ സംസ്ഥാനങ്ങളിലും പണിമുടക്ക് വിജയമായി. ഉത്തരേന്ത്യയിലെ പണിമുടക്ക് ഭാഗികമാണെങ്കിലും മുൻവർഷത്തേക്കാൾ തൊഴിലാളി പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ദേശീയ തലസ്ഥാന മേഖലയിൽ 70% വ്യവസായങ്ങളും പണിമുടക്കിനെ തുടർന്ന് നിശ്ചലമായെന്ന് ട്രേഡ് യൂണിയനുകൾ അവകാശപ്പെട്ടു. മുഴുവൻ LIC ജീവനക്കാരും ഇവിടെ പണിമുടക്കിൽ അണിചേർന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ചില ഗ്രാമീണ മേഖലകളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കിസാൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്ന ഗ്രാമീണ ബന്ധും പണിമുടക്കിന്റെ സന്ദേശം ഗ്രാമീണ മേഖലയിൽ എത്തിക്കാൻ സഹായകരമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി ട്രേഡ് യൂണിയനുകൾ ആരംഭിച്ച പണിമുടക്ക് കേരളത്തിലും സമ്പൂർണ്ണമാണ്. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയോ വാഹനങ്ങൾ തുറക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്യാതിരുന്നിട്ടും റോഡുകളും കമ്പോളങ്ങളും വിജനമായിരുന്നു. നാളെ രാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. തൊഴിലാളികളുടെ 48 മണിക്കൂർ അതിജീവന പോരാട്ടത്തിൽ കേരളം ഒന്നടങ്കം പങ്കാളികളായി. മോദി സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന പണിമുടക്ക് സമരത്തിൽ എല്ലാ വിഭാഗ തൊഴിലാളികളും പങ്കാളികളാവുന്ന കാഴ്ചയാണ് കേരളത്തിലുണ്ടായത്. രാവിലെ കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ പിക്കറ്റ് ചെയ്തു. സ്വകാര്യ വാഹനങ്ങൾ ചിലയിടങ്ങളിൽ നിരത്തിൽ ഇറങ്ങിയെങ്കിലും ആരും തടഞ്ഞില്ല. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. എങ്കിലും കോട്ടയം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള നിലയ്ക്കൽ, പമ്പ സർവീസുകൾ തടസ്സമില്ലാതെ നടന്നു. ഓട്ടോ ടാക്സി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായതോടെ നിരത്തുകൾ ശുഷ്കമായി. രാവിലെ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിലാളികളുടെ ശക്തിപ്രകടനം നടന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടന്ന മാർച്ച് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്കങ്ങളിലൂടെ മോഡി ഗവൺമെന്റിന്റെ കപട വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം തൊലി ഉരിച്ച് പൊളിച്ചു കാണിക്കുന്ന, തൊഴിലാളികളുടെ ഈ ഏകാധിപതിക്ക് അടിച്ചമർത്തി ഭരിക്കാൻ സാധിക്കില്ല എന്ന് വിളംബരം ചെയ്യുന്ന ഒരു ദിനമായി ജനുവരി 8, 9 തീയതികൾ മാറാൻ പോകുകയാണ്. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കോഴിക്കോട്, തൃശൂർ എന്നിവിടങ്ങളിൽ ചില കടകൾ തുറന്നു പ്രവർത്തിച്ചു. BJPയുടെ ഹർത്താലിനുണ്ടായതുപോലെ എവിടെയും സംഘർഷമുണ്ടായില്ല എന്നതും സംഘാടക മികവായി. നാളെ രാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടവേള. കേന്ദ്ര സർക്കാരിനെതിരായ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ അഖിലേന്ത്യാ പണിമുടക്കിന് വലിയ പിന്തുണയാണ് ലഭ്യമായത്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബംഗളൂരു നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ 10,000 അണിനിരന്നു. ബാങ്ക്, LIC, HAL, ഭാരത് ഇലക്ട്രോണിക്സ് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പ്രകടനത്തിൽ പങ്കെടുത്തു. ഫ്രീഡം പാർക്കിൽ നടന്ന പൊതുസമ്മേളനത്തിൽ CITU കർണാടക പ്രസിഡന്റ് വരലക്ഷ്മി അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചു. നഗരത്തിന്റെ വിവിധ മേഖലകളിൽ പൊതുയോഗങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് ദേവസ്വം ബോർഡ് തീർത്ഥാടകർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ ആരംഭിച്ചു. മകരജ്യോതി ദർശനത്തിനെത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വിപുലവും ഫലപ്രദവുമായ രീതിയിൽ ഒരുക്കുവാനാണ് തീരുമാനമെന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് N. വിജയകുമാർ പറഞ്ഞു. എല്ലാവരും തന്നെ വളരെ സജീവമായി മകരവിളക്കിന് ഭക്തരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പരിപൂർണതയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. തീർച്ചയായും ഈ വർഷത്തെ മകരവിളക്ക് ഏറ്റവും നല്ല രീതിയിൽ സമാപിക്കും എന്നാണ് നമുക്ക് ഉറപ്പു നൽകാനുള്ളത്. 4 ലക്ഷത്തോളം തീർത്ഥാടകർ മകരവിളക്ക് മഹോത്സവത്തിനായി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനും വിരിവിക്കുന്നതിനും കൂടുതൽ സൗകര്യമൊരുക്കാനും തീരുമാനമായിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ബന്ധപ്പെട്ടവരുമായുള്ള ചർച്ചയിലൂടെ പരിഹരിക്കും. പോലീസിന്റെയും നിരീക്ഷണ സമിതിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചാകും ക്രമീകരണങ്ങൾ ഒരുക്കുക. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ശബരിമലയിൽ കൂടുതൽ യുവതികൾ കയറിയതിന്റെ വിവരങ്ങൾ പുറത്ത്. 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള 2 മലേഷ്യൻ സ്ത്രീകളാണ് മല ചവിട്ടിയത്. കനകദുർഗയും ബിന്ദുവും മല ചവിട്ടിയ അതേ ദിവസം പകലാണ് ഇരുവരും മല ചവിട്ടിയത്. ഭക്തരുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതിഷേധവും ഇവർക്കെതിരെ ഉണ്ടായില്ല. യുവതികൾ ശബരിമലയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TVക്കും ലഭ്യമായി. ഹർത്താലിന്റെ മറവിൽ അതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് RSS, BJP, ശബരിമല കർമ്മസമിതി നേതാക്കൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ശ്രീധരൻപിള്ള, ശശികല, സെൻകുമാർ, O. രാജഗോപാൽ തുടങ്ങിയവർക്ക് നോട്ടീസ് അയക്കാനാണ് കോടതി ഉത്തരവ്. ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഇതിനിടെ യുവതികളുടെ സന്ദർശനം സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. അതേസമയം
മനീതി സംഘത്തിന് സംരക്ഷണം നൽകിയത് യുവതികളെ വലതുപക്ഷ തീവ്രവാദികളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാനാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. കേരള ന്യൂസ് നൈറ്റ് സമാപിക്കുന്നു. ശുഭരാത്രി.